ഓക്കെ, അമ്മ എന്താ പറയണ്ടേ? ഹലോ, നമുക്ക് കോഴിക്കോട്ടിൽ പോയി വരാം. എൻ്റെ കസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൾ കുറേ നാളായിട്ട് അതുകൊണ്ട് നമുക്ക് അവളെ പറയാം. ശരിയാണോ നോക്കണേ. ഹലോ, അപ്പം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയി വരാം. എൻ്റെ കസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൾ കുറേ കാലമായിട്ട് അവിടെ പഠിക്കുകയാണ്. മതിയോ? പിന്നെന്താ പറയുക? പിന്നെ അതുകൊണ്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കോഴിക്കോട്ടേക്കുള്ള യാത്ര തുടങ്ങാം. നമുക്ക് അവിടെ പോയിട്ട് എവിടെയൊക്കെ പോകാനാണ് പ്ലാന്, അതും കൂടെ പറയാം. ഉറക്കപ്പറ. മാള് ഏത് മാള്? നമുക്ക് അവിടുത്തെ സിറ്റി മാളിൽ പോവാം. സിറ്റി മാളോ ഹൈലൈറ്റ് മാള്? ഹൈലൈറ്റ് മാള് പോവാം. ബീച്ച് പോവാം. കടലല്ലേ ബീച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അമ്മൂൻ്റെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മായി ചിക്കൻ കറി അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അതൊക്കെ വാങ്ങിച്ചു വരുന്നുണ്ട്. അപ്പൊ ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കോഴിക്കോട്ടേക്ക് പോണ യാത്ര തുടങ്ങാം. എല്ലാവരും റെഡി അല്ലേ? കുഞ്ഞും അമ്മയും ശബരിമലയ്ക്കുള്ള നോമ്പിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് നമ്മളങ്ങനെ അധികം പുറത്തൊന്നും പോവാറില്ല. മീൻസ് ഇങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞു എന്തായാലും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ നോമ്പിലാവുമ്പോൾ അതൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ ഒരു മലയ്ക്കൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കൊന്ന് കോഴിക്കോട് കറങ്ങി വന്നാലോ എന്നുള്ളൊരു പ്ലാൻ വന്നത്. അമ്മു കോഴിക്കോട് ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അമ്മൂനെ കിട്ടും. പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ആകുമ്പോഴാണ് ഒരു വൈബുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് അശോചിനെയും കുട്ടികളെയും കൂടെ കാറിൽ കയറ്റിയിട്ടുണ്ട്. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അമ്മൂനെ കിട്ടിയത് നമുക്ക് നേരെ പോയി ഫുഡ് അടിക്കാം. അമ്മൂനെ കണ്ട ഉടനെ ഞാൻ അവളോട് ചോദിച്ചത് ഇവിടെ നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്നാണ്. പക്ഷെ അമ്മൂന് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവളുടെ 1-2 ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് 2 റെസ്റ്റോറൻറ്റിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഷാപ്പ് റെസ്റ്റോറൻറ്റും പിന്നെ 1980 പറഞ്ഞൊരു റെസ്റ്റോറൻറ്റും. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ വരുന്നത് പെരുന്തൽമണ്ണയിൽ. അവിടെ ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ ഐറ്റംസ്, കുഴിമന്തി, ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഒക്കെ കഴിച്ചു മടുത്തതാണ്. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം കുറച്ച് സീ ഫുഡ് ഐറ്റംസൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കടുക്ക ബിരിയാണി അതേപോലെ പ്രൗൺസ് ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. പിന്നെ കടുക്ക ബിരിയാണിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സാധാരണ സീ ഫുഡ് ഐറ്റംസിനൊക്കെ പൊതുവേ അങ്ങനെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ ഫുഡ് പോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പഴയ വീട് അങ്ങനെ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയെടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, പഴയ കാലത്തെ ജനൽ, പിന്നെ ഇങ്ങനത്തെ സ്വിച്ച് ബോർഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. ആദ്യം വന്ന ബിരിയാണിയുടെയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു. നമ്മൾ പെട്ടെന്ന് കഴിക്കൽ തുടങ്ങി. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ഫിഷ് ഓർഡർ ചെയ്തു. എനിക്ക് പണ്ടൊന്നും ഫിഷ് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ മുമ്പൊരിക്കൽ അജ്മാനിലെ പാനൂരെന്ന് ഞാനൊരു കരിമീൻ നിർവ്വാണ കഴിച്ചു. വാവ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം ഞാൻ എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും എന്തെങ്കിലും ഒരു ഫിഷ് ഐറ്റം ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷെ പിന്നെ ഒരിക്കലും ആ ഒരു ടേസ്റ്റ് എനിക്ക് എവിടുന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അമ്മ ഇവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. 4 മണിക്ക് ശേഷം അവൾക്ക് ഡ്യൂട്ടിക്ക് കയറണമെന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് ബീച്ചിലോട്ട് പോയി. കോഴിക്കോട് വന്നാൽ പിന്നെ ഈ ഒരു ബീച്ച് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ കൂടെ കുറേ നേരം നടന്നു, കുറേ വർത്താനമൊക്കെ പറഞ്ഞു. രസമായിരുന്നു. പക്ഷേ നമ്മൾ ഈ കസിൻസൊക്കെ ഒത്തുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് അത്ര ഒരു എൻജോയ്മെൻറ്റ് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു 2-3 മണിക്കൂറാണ് ഒരുമിച്ച് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോൾ അമ്മൂവിനെ തിരിച്ചാക്കണ്ടേ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കും, തിരിച്ചു പോകണേ എന്നുള്ളൊരു വിഷമം അമ്മൂനും ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര കുറച്ച് സമയം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും, എന്തൊക്കെ ചെയ്യും. ഫ്രീ ആയിട്ടൊരു ദിവസം ഫുള്ള് കിട്ടിയാലാണ് നമ്മുടെ കസിൻസ് ആ സെറ്റൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞും നന്ദും കുട്ടികളല്ലേ, അവരാ ശരിക്കും പ്രസൻറ്റിൽ ജീവിക്കണേ. അവർക്കിതാ ഇപ്പം നമ്മൾ ബീച്ചിലാണ്, ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനും അവരെ കൂടെ കുറച്ച് നേരമൊക്കെ ബീച്ചിൽ ഇതേപോലെ കളിക്കാൻ കൂടി. നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളെ കൂടെ കളിക്കുന്ന ടൈമിൽ നമ്മുടെ മനസ്സിലെ ടെൻഷനൊക്കെ എങ്ങോട്ടാണ് പോകണത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്.
അതിനിടയ്ക്ക് അമ്മ പറഞ്ഞു കടൽക്കരയിലെ മണലിൽ ചോതി എന്നെഴുതിയ തിരമാല വന്നത് മാച്ചു കളയുന്നു. കടലിന് ചോതി നാളുകാരെന്നും വല്ലാതെ പറ്റില്ല അത്രേ. അപ്പോൾ നന്ദു പറഞ്ഞു ചോതിന്ന് മാത്രമല്ല കടലമ്മ കള്ളിന്ന് എഴുതിയാലും ഇതേപോലെ തിരമാല വന്ന് മായ്ച്ചു കളയും, എഴുതി അങ്ങനെ വെക്കാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ എന്നാൽ അവരത് പരീക്ഷിക്കാമെന്ന് കരുതി കടലിൻ്റെ കരയിൽ അങ്ങനെ ചോതിന്നും കടലമ്മ കള്ളിന്നൊക്കെ എഴുതി നോക്കുന്നുണ്ട്. ഞാൻ ആദ്യം കരുതി ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെ പണ്ടത്തെ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയതാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവരെഴുതിയതൊക്കെ തിരമാല വന്ന് മായ്ച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്കൊരു രസമായി, അവർ വീണ്ടും വീണ്ടും അതിങ്ങനെ എഴുതി കളിച്ചുകൊണ്ടേയിരുന്നു, തിരമാല അത് മായ്ച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാൽ നമുക്ക് കുറച്ച് ബാക്കിൽ തിരമാല ഇതുവരെ കയറാത്ത സ്ഥലത്ത് കുറച്ച് ബാക്കിലായിട്ട് ഇത് രണ്ടും എഴുതി നോക്കാം, മായ്ക്കോ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞു നന്ദും കൂടെ കടലിൽ നിന്ന് കുറച്ച് കയറി കുറച്ച് പുറകിലായിട്ട് ഈ രണ്ട് വാക്കുകൾ എഴുതി വെച്ചു, ചോതിയെന്നും കടലമ്മ കള്ളിയെന്നും. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് മായ്ക്കൊന്നും ചെയ്തില്ല ആദ്യം. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കണ്ടോ ഇതിനിപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂഫൊന്നുമില്ല, അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ മണലിൽ ഏത് വാക്ക് എഴുതിയാലും ആ ഭാഗത്തേക്ക് തിരമാല വരുമ്പോൾ അത് മാഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ നമ്മൾ ഇത്ര ബാക്കിൽ എഴുതിയിട്ട് അത് കടലിൽ ഇതുവരെ മായ്ച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരും എന്നോട് തർക്കിക്കാൻ നിന്നില്ല. ഓക്കെ അതായിരിക്കും, ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ വന്ന് മായ്ക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു. തർക്കിക്കാൻ നിന്നില്ലെങ്കിലും അവർക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് കേട്ടോ അത് മായ്ക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാൻ നേരം നമ്മളത് എഴുതി വെച്ച ഭാഗത്തോട്ട് മാത്രമായിട്ട് ഒരു സൈഡിക്ക് കുറച്ച് തിരമാല അധികമായി വന്ന് ആ എഴുതിയ രണ്ട് വാക്കുകളും മായ്ച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് തിരമാല വരുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അത് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കണമൊന്നുമില്ല കേട്ടോ ഈ രണ്ട് വാക്കുകൾ എഴുതുകൊണ്ടാണ് അങ്ങോട്ട് തിരമാല വന്നതെന്ന്. ബട്ട് ഇറ്റ് ഹാപ്പൻ. കൺമുന്നിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് പിന്നെ എനിക്ക് എൻ്റെ സയൻസിനെ കുറിച്ച് വാദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് അവിടെ നിർത്തി. പിന്നെ നേരെ വിട്ടത് ഹൈലൈറ്റ് മാളിലേക്കാണ്. പിന്നെ അവിടെയൊക്കെ വെറുതെ കുറേ നേരം ചുറ്റിക്കറങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ പോണ വഴിക്കൊരു തട്ടുകടയിൽ നിന്ന് ഫുഡും കഴിച്ചു. നല്ല ടയേർഡായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു പറഞ്ഞ പോലെ കോഴിക്കോടേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ.